ഇത് നമ്മുടെ ഒനിക്സ് 40 ഇഞ്ച് LED TV. ഇത് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതാണ്. നോക്കുന്ന സമയത്ത് ബാക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ, ഡിസ്പ്ലേയിൽ ഒന്നും വരുന്നില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ അഴിച്ചു ഊരിയെടുക്കാൻ പോവുകയാണ്. ഇതിലുപയോഗിക്കുന്ന ഡിസ്പ്ലേ പാണ്ട 38.5 എന്നുള്ളൊരു ഡിസ്പ്ലേയാണ് ഇതിനകത്തോട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേനെ നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബോണ്ടിങ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൺ ആക്കുന്ന സമയത്തിൻ്റെ സൈഡിലെ 2 ബഫർ ഐസികളും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ആ 2 ബഫർ ഐസികളും നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്തതിന് ശേഷം പുതിയ ഐസി നമ്മൾ അതിനകത്തോട്ട് ഗ്ലാസ്സിനകത്തോട്ട് ബോണ്ട് ചെയ്യണം. ആ ഒരു പർപ്പസാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. പഴയ ഐസി ഊരി നമ്മൾ റിമൂവ് ചെയ്ത ആ സ്ഥലത്ത് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഡസ്റ്റുകളെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ നമ്മൾ ലെൻസ് വെച്ചിട്ട് എന്തെങ്കിലും ഡസ്റ്റുകളുണ്ടോ എന്നുള്ളത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് എടുത്തുകൊണ്ട് നമ്മൾ പാനിലെടുത്ത് നമ്മൾ നേരെ ബോണ്ടിങ് മെഷീനിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബോണ്ടിങ്ങിൽ ഗ്ലാസിൻ്റെ ട്രാക്ക് ടു ട്രാക്കുകളൊക്കെ നമ്മളെല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ പുതിയൊരു കോഫൈസി നമ്മൾ ആ കത്തിയ കോഫൈസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. പുതിയൊരു കോഫൈസി നമ്മൾ വെച്ചിട്ട് ബോണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കോഫൈസി ഗ്ലാസ്സിനകത്തോട്ട് ബോണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാക്ക് ടു ട്രാക്കുകളെല്ലാം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, പടം വന്നിട്ടുണ്ട്. കാരണം 2 ഐസികളും നമ്മൾ റീപ്ലേസ് ചെയ്തു. 2 ഐസികളും ഡാമേജ് ആയിരുന്നു, അതുകൊണ്ടാണത് പടം വരാത്തത്. അടിപൊളിയായിട്ട് പടം കാണുന്നുണ്ട്. ഇനി നമുക്ക് കസ്റ്റമർ സെറ്റ് തന്നെ കൊടുത്തിട്ട് ആ ഡിസ്പ്ലേനെ നമുക്ക് കസ്റ്റമർ സെറ്റ് തന്നെ ഒന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ ഒനിക്സിൻ്റെ സ്മാർട്ട് TV റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലുപയോഗിച്ച ഡിസ്പ്ലേ തന്നെയാണ് നമ്മളത് റിപ്പയർ ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് യാതൊരുവിധ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തൊന്നുമില്ല. അത് ഡിസ്പ്ലേയിൽ വരുന്ന 2 ഐസികൾ ഡാമേജ് ആയിരുന്നു. അത് 2 ഐസി നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ ഡിസ്പ്ലേ പെർഫെക്റ്റായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഡിസ്പ്ലേയും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല.